നമുക്ക് ചെങ്കലവ മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ? ഞങ്ങളുടെ നാട്ടിൽ ഈ മീനെ അറിയപ്പെടുന്നത് ചെങ്കലവ എന്നാണ്. ചെങ്കലവ, മഞ്ഞക്കോര, ചുവന്ന മീൻ എന്ന് പല പേരുകളും ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനിൻ്റെ പേരെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് നോക്കാം ഓരോ നാട്ടിൽ എന്തൊക്കെ പേരുകളാണ് ഇവനെന്ന്. ഇനി നമുക്ക് അത് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കാമേ. ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇവ മൂന്നും ചെറുതായി ഒന്ന് അരിഞ്ഞതും ചേർക്കാം. ഇനി നമുക്ക് ജീരകവും ഗരം മസാലയും പൊടിച്ചത്, ഈ രണ്ടും പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതിനെ ഒന്ന് അരച്ചെടുത്ത് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച ചെങ്കലവ മീൻ എടുക്കാമേ. ഞാൻ വലിയ മീൻ, കുറച്ച് വലിപ്പമുള്ള മീനായതുകൊണ്ട് രണ്ടായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നന്നായി വരഞ്ഞതിന് ശേഷം അതിലേക്ക് അവരുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും, സാധാരണ നമ്മൾ ഫ്രൈക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം, കുരുമുളക് പൊടിയും, പിന്നെ നമ്മൾ നേരത്തെ മെയിനായിട്ട് ചെയ്ത് വെച്ചിരുന്ന ആ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ്, കൂടുതൽ സമയം വയ്ക്കാമെങ്കിൽ അത്രയും നല്ലത്. മീനിലോട്ട് ഇച്ചിരി വലിപ്പമുള്ള മീനായതുകൊണ്ട് മീനിലോട്ട് ഈ മസാലകളെല്ലാം തന്നെ പിടിക്കും. ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചേക്കാമേ. ഇനി ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയുടെ വിലയൊക്കെ ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്, അന്നേരം നോക്കിയും കണ്ടും എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ മീനുകൾ പറക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതീയിൽ, വലിപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ ചെറുതീയിൽ വേവിച്ചെടുക്കാം. എങ്കിൽ മാത്രമേ ഈ മീൻ നന്നായിട്ട് വെന്തും കൂടെ കിട്ടത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേന് നല്ല രുചികരമായ, ഒരു പ്രാവശ്യങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അന്നേരം മനസ്സിലാവും ഞാൻ രുചികരമെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഒരു മീനിൻ്റെ ഫ്രൈയും കൂടെ കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിക്കണം. ആഹാ, എന്താ ഒരു രുചിയല്ലേ. നന്നായിട്ട് മുരിച്ചെടുക്കുക. ഒരുപാട് ചിലവർക്ക് ഡീപ്പായിട്ടുള്ള ഫ്രൈ ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് അത്രയ്ക്ക് ഡീപ്പ് ഫ്രൈ ഇഷ്ടമായിരിക്കത്തില്ല. ഇവിടെ എല്ലാവർക്കും ഡീപ്പായിട്ടുള്ള ഫ്രൈ ആണ് ഇഷ്ടം. എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ. അപ്പം പുതിയ വീഡിയോയിൽ